Audio Jungle. Audio Jungle. ഹലോ, ടേൽസ് ഓഫ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് മധുരമായാലോ. അപ്പോൾ നമ്മളിന്ന് പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. മിക്കവാറും എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന പച്ചരി വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് പായസം ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു ഗ്ലാസ് പച്ചരി കഴുകി 15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ മാറ്റി ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ. 2 തേങ്ങ ചിരകിയതിൽ നിന്ന് 1-ാം പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ 2-ാം പാലും 3-ാം പാലും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിസ്മിസ് ഒന്ന് വറുത്തെടുക്കാം. കിസ്മിസ് വറുത്തതിന് ശേഷം കാഷ്യൂനട്ടും കൂടെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടും വറുത്തെടുത്ത് മാറ്റി വെക്കാം. ഇനി ആ പാനിലേക്ക് തന്നെ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരണം. ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. പഞ്ചസാര കരിഞ്ഞു പോകരുത്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അരി ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ പഞ്ചസാര ഇതുപോലെ കട്ടയാവും കേട്ടോ. അത് കുഴപ്പമില്ല. ഇനി നമുക്ക് 3-ാം പാല് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയ്ക്ക് നന്നായിട്ട് മെൽറ്റായി വരും കേട്ടോ. ഇതുപോലെ മെൽറ്റായി വന്നു കഴിയുമ്പോൾ നമുക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. 2-ാം പാലിൽ ഈ അരി വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ നമുക്ക് പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ 1-ാം പാല് ചേർക്കാനായിട്ട്. 1-ാം പാല് ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിക്കരുത്. പാലിങ്ങനെ പിരിഞ്ഞ പോലെ ആവരുത് കേട്ടോ. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ മിഠായി മേറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മിഠായി മേറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ ടിന്നിലെ പകുതിയോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ചുക്കും ഏലക്കായും പൊടിച്ചത് ചേർക്കാം. ഒരു കഷ്ണം ചുക്കും 3 ഏലക്കായാണ് ഞാൻ എടുത്തത്. നല്ല പ്രീമിയം ഏലക്കായ ആണെങ്കിൽ 3 മതി, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുത്തു. അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ പായസം പെട്ടെന്ന് തന്നെ കുറുകി വരും. അതുകൊണ്ട് ഇതുപോലെ ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാടങ്ങ് ലൂസായി പോകരുത് കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പച്ചരി പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം കാണാം. കണ്ടില്ലേ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. പായസം ചെറു ചൂടോടെ വേണം കേട്ടോ കഴിക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.